അടുത്ത ചോദ്യം നമ്മുടെ 2-dimensional മോഷൻ, അതായത് നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിലെ പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് എന്ന് വരുന്നൊരു ചോദ്യമാണ്. സോ നമുക്ക് ആ ചോദ്യം ശ്രദ്ധിക്കാം. വളരെ നല്ലൊരു ചോദ്യം, പക്ഷെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണിത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചോദ്യം നോക്കണം. എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് r with a uniform speed takes t time to complete one revolution. അപ്പം റേഡിയസ് r ഉള്ള ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ആ ഒരു ഫുൾ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ടി സമയം എടുക്കുമെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ആണ്. നിങ്ങളുടെ റിലേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ചോദ്യം അതൊന്നുമല്ല, ചോദ്യം ശ്രദ്ധിക്കണം. ഇതാണ് ദിസ് പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് വിത്ത് സെയിം സ്പീഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ടു ദ ഹൊറിസോണ്ടൽ. അപ്പൊ ഇതേ പാർട്ടിക്കിളിനെ ഹൊറിസോണ്ടിൽ നിന്നും തീറ്റ ആംഗിളിൽ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ സർക്കുലാർ മോഷനിൽ കറങ്ങിയ റേഡിയസിന്റെ 4 ടൈംസ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷനിലെ ബന്ധം എന്താണെന്നാണ് ചോദ്യം. ഇപ്പൊ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ നോക്കുമ്പം ഇവിടെ ടൈം പീരീഡ് തന്ന ക്വസ്റ്റ്യനിലെ ടൈം പീരീഡ് ഉണ്ട്, ആക്സലേഷൻ ടു ഗ്രാവിറ്റി ഉണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഓപ്ഷൻസിലും വരാൻ പാടുള്ളത്, ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ വെലോസിറ്റി വി ഓപ്ഷനിലില്ല ശരിക്കും. നമുക്ക് മാക്സിമം ഹൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻ എന്താ, v² sin² θ/ 2g എന്നാണ് നമ്മുടെ ജനറൽ റിലേഷൻ എന്ന് പറയുന്നത്. മാക്സിമം ഹൈറ്റിന്റെ ജനറൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ v² sin² θ/ 2g എന്നാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. v² sin² θ എങ്ങനെയെങ്കിലും ആരെയൊക്കെ ഒഴിവാക്കണം, എച്ചിനെ ഒഴിവാക്കണം, വിയെ ഒഴിവാക്കണം, സൈൻ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്, ബാക്കി ടി ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. സോ എച്ചിനെ ഒഴിവാക്കാനായി എളുപ്പമുള്ള മാർഗം റിലേഷൻ തന്നിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4 ടൈംസ് ദ റേഡിയസ് എന്നാണ്. ആ സർക്കുലാർ മോഷന്റെ റേഡിയസിന്റെ 4 ടൈംസ് ആണ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി ഒഴിവാക്കാൻ തന്നെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്, 2πr/t എന്നാണ്. അപ്പോൾ വെലോസിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4π²r² എന്ന് വരും. sin² θ അതുപോലെ തന്നെ എഴുതി, ഉത്തരം കിട്ടി, /2g എന്ന് എഴുതി. ഇവിടെ 4ഉം ഞാൻ വെട്ടി, ഒരു ആറും വെട്ടി. sin² θ ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ sin² θ അങ്ങോട്ട് എഴുതി, 2gt² ഇപ്പുറത്തേക്കാക്കി, 2gt² ഒരു r ഉണ്ട്, ഒരു π² ഉണ്ട്, π²r എന്ന് വരും. സോ ഇവിടെ നിന്ന് എനിക്ക് സൈൻ തീറ്റ എഴുതാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 2gt² πr² the whole raised to 1/2 or θ equal to sin ഇൻവേഴ്സിന്റെ തന്നിരിക്കുന്ന വാല്യൂ ആണെന്ന് മനസ്സിലാക്കുക. 2gt² πr² the whole raised to 1/2. So option 1 is the right answer. Easy question. Okay.